കണ്ണൂർ ശിവപുരം HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘർഷം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഞെട്ടിക്കുന്ന ഒരു ശബ്ദരേഖ റിപ്പോർട്ടർ ഇതാ പുറത്തുവിടുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിന് ശേഷമുള്ള സംഭാഷണമാണ് പുറത്തുവന്നിരിക്കുന്നത്. കുറ്റബോധം ഒട്ടുമില്ല. അക്രമ സംഭവത്തെക്കുറിച്ച് കുട്ടികൾ സംസാരിക്കുകയാണ്. മറ്റു വിദ്യാർത്ഥികളെ കൊല്ലണമെന്നുവരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതാരും അനുകരിക്കേണ്ട മാതൃകയല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങളിത് സംപ്രേഷണം ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ കുറ്റവാസന കുട്ടികളിൽ നിന്ന് തുടച്ചുമാറ്റിയേ മതിയാകൂ. അതിനുവേണ്ടിയാണ് ഈ സംപ്രേഷണം. എല്ലാവരും ഒപ്പരം നിന്ന് അവരെ ഉറക്കിയെടുക്കാം. ഇതെല്ലാവരും ഒപ്പരം നിൽക്കായിട്ടാണ്. എല്ലാവരും ഒപ്പരം നിന്നിട്ട് കുത്തി ഒരാൾ തന്നെ 2-3 ആൾ പോയിട്ട് കുത്തി അങ്ങ് ഇട്ടാൽ മതി. അവനടാ ഇവരെ അടിച്ചില്ലേ, എന്നിട്ട് അവരല്ലേ ലാസ്റ്റ് നമ്മളടിച്ചേ. അപ്പം നമ്മളതിനെ അടിച്ചുറക്കി കൊടുക്കണ്ടേ. എന്നിട്ട് മൂക്കിനോട്ട് കുത്തി 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 അതിനെല്ലാം ഉറക്കുക, മയക്കി അങ്ങ് എടുക്കുക. അതിനാ ഇപ്പം നോക്കിയാ ചെവി കൊണ്ട് പൊട്ടിയിട്ട് 5-6 ആൾക്കാർ കൂടി സാപത്തിൽ അടി. ഓൻ വലിയ ആളായിട്ട് മെയിനായിട്ടില്ല കയറി വന്നതിന് നല്ല ഇല കിട്ടി എനിക്ക്. ഫുള്ളടി അടി പറഞ്ഞാൽ ചുറ്റും അടി. നമ്മളാ പോകുന്ന സ്കൂളിൽ കയറുന്ന ഭാഗത്ത് ആ കൂളായിരുന്നു നടുക്കൂട്ട് നടുന്ന കാഴ്ച എന്ന് വെച്ചാൽ കൊല്ലുന്നു. മരിച്ചിട്ടല്ലാന്നേ ഉള്ളൂ, കുനിച്ച് കീർത്തിട്ട് നട്ടുപുറത്തിട്ട് കുത്തേന്നു. അവന് അവർക്ക് നല്ലോണം കൊണ്ടു ഇങ്ങോട്ട് കിട്ടണ. പിന്നെ കാവുമ്പടി CHM HSSലെ വിദ്യാർത്ഥികൾ 10,000-കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ സെന്റ് ഓഫ് പാർട്ടിയുടെ ദൃശ്യങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചു. ലൈസൻസ് ഇല്ലാതെയാണ് ആഡംബര വാഹനങ്ങളിൽ വിദ്യാർത്ഥികൾ അഭ്യാസ പ്രകടനം നടത്തിയത്. ഉരുവച്ചാൽ മുതൽ മട്ടന്നൂർ വരെ കാർ റാലിയും നടത്തി. ആ ദൃശ്യങ്ങൾ കൂടിയൊന്ന് കാണാം. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാട്. നമ്മൾ താമരശ്ശേരിയിലെ സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. നമ്മൾ നടത്തിയ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് യാത്രയ്ക്കിടെ ആ വീട്ടിലെത്തിയ ഉമ്മയുടെ കണ്ണുനീർ കണ്ട ആളെന്ന നിലയിൽ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായ നടപടിയെടുക്കേണ്ടതുണ്ട്. കണ്ണൂർ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. സംഘർഷത്തെക്കുറിച്ച് എങ്ങനെയാണ് കുത്തി മലർത്തേണ്ടത്, എങ്ങനെയാണ് മൂക്കിടിച്ച് പരത്തേണ്ടത്, ഇതൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുന്നത്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ന ആനുകൂല്യം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനും മുതിരുന്നവരായി അവർ മാറുകയാണോ അർജുൻ? സുജിയ, തീർച്ചയായും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ്, ചില ശബ്ദരേഖകളാണ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. ഒട്ടും കുറ്റബോധമില്ലാതെ ഈ കുട്ടികൾ തമ്മിൽ പരസ്പരം അടികൂടിയതിന്റെ, സംഘർഷമുണ്ടാക്കിയതിന്റെ, അതിക്രൂരമായ മർദ്ദനമുണ്ടാക്കിയതിനു ശേഷം നടത്തുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ ഗ്യാങ്ങായി തിരിഞ്ഞുകൊണ്ട്, അതായത് 8ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരു ഗ്യാങ്, 9ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം മറ്റൊരു ഗ്യാങ്, 10ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം മറ്റൊരു ഗ്യാങ്. ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും എന്നോണം സംഘർഷം ഉണ്ടാവുകയാണ്. ഈ സംഘർഷത്തിന് ശേഷം ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇവരുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലുമൊക്കെ, അത് ആ ഗ്രൂപ്പുകൾക്ക് ചില പേരുകൾ തന്നെ ഇട്ടുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നടത്തുന്ന മെസ്സേജുകളുടെ ശബ്ദരേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കുറ്റബോധവുമില്ലാതെ ഒരു തരത്തിൽ പോലും, അതായത് ഈ കുട്ടികളെ കൊല്ലണമെന്ന് വരെ, അല്ലെങ്കിൽ പരസ്പരം മറ്റൊരു സുഹൃത്തിനെ, തൻ്റെ ജൂനിയർ വിദ്യാർത്ഥി ആയിക്കോട്ടെ സീനിയർ വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണമെന്നുള്ള കൊലവിളികൾ തന്നെ നടത്തുന്നതിൻ്റെ ഭീകരമായിട്ടുള്ള ശബ്ദരേഖയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ ഈ സെൻറ് ഓഫ് പാർട്ടികൾ, അത് ഈ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു സെൻറ് ഓഫ് പാർട്ടി നടത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കാവുമ്പടി ഹയർ സെക്കൻഡറി CHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതേപോലെ തന്നെ ഇതിനേക്കാൾ വലിയ ആഡംബര സൗകര്യങ്ങളും ആഡംബര സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സെൻറ് ഓഫ് പാർട്ടികൾ നടത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇവർ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകളായും പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെച്ച ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ അതിലേക്ക് ഉപചോദ്യമായി വരാമെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ അർജുൻ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് കാവുമ്പടി CHM HSSലെ വിദ്യാർത്ഥികൾ ഈ സെന്റ് ഓഫ് പാർട്ടി ചെലവഴിക്കുന്നതിനായി അവർ 10,000-കണക്കിന് രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ കയ്യിലേക്ക് പണം വെച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളും യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുകയല്ലേ അർജുൻ? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കുട്ടികളെ കൃത്യമായ രീതിയിൽ അവരെന്ത് ചെയ്യുന്നുവെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. എന്തോ ആവശ്യത്തിനാണ് പണ്ട് ഈ ക്ലാസ് റൂമിൽ സ്കൂളുകളിലൊക്കെ ഒരു തമാശയായി പറയാറുള്ളത്, രക്ഷിതാക്കളോട് പോയി ടൈം ടേബിളിന് പൈസ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ രക്ഷിതാക്കൾ അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട്
പണം കൊടുക്കും. പക്ഷെ അങ്ങനെ ഒരു പണം സാധാരണഗതിയിൽ സ്കൂളിൽ ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെ സെൻഡ് ഓഫ് പാർട്ടിക്ക് പണം വേണമെന്ന് പറഞ്ഞ് പണം കൊടുക്കുമ്പോൾ ആ സെൻഡ് ഓഫ് പാർട്ടിക്ക് കൊടുക്കുന്ന പണം എന്തിനാണ് ഇത്രയും അധികം തുക? ഇതിപ്പോൾ ഒരു ഡിഫൻഡർ വണ്ടി അല്ലെങ്കിൽ ബെൻസിന്റെയൊക്കെ കാർ ഉപയോഗിച്ചാണ്, അതായത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കാറുകളാണ് ഇത്തരത്തിൽ വാടകയ്ക്കെടുത്തും അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ചുമൊക്കെ ഈ കുട്ടികളെ അഭ്യാസ പ്രകടനം നടത്തുന്നത്. 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു കാരണവശാലും ലൈസൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ആ കുട്ടികൾ ഇങ്ങനെ ഇത്രയും വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ എടുത്ത് റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ കൃത്യമായ രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ മോട്ടോർ ഇക്കാര്യത്തിൽ ഈ കുട്ടികൾക്ക് എതിരെ നടപടി എടുക്കുന്നതിനൊപ്പം തന്നെ സ്കൂൾ അധികൃതർ ഈ കുട്ടികൾക്കെതിരെ ഉറപ്പായും നടപടിയെടുക്കണം. കാരണം ഇത് ഒരു പഠനകാലത്ത് ചെയ്യേണ്ട അനുകരണീയമായ ഒരു മാതൃകയല്ല എന്ന് തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സംഘം ചേർന്നുള്ള എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിന് മടിയില്ലാത്തതിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയാണ് നമ്മുടെ സാഹചര്യങ്ങൾ. അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും കൂട്ടുത്തരവാദിത്തമുണ്ട്. കുട്ടികളെ കുട്ടികളായി തന്നെ സ്കൂളിലേക്ക് അയക്കാനും തിരിച്ചു വിടാനും ഉള്ള സംവിധാനമാണ് ഒരുങ്ങേണ്ടത്. ഇതിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. റിപ്പോർട്ടർ ക്യാമ്പയിൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് തുടരുകയാണ്. താങ്ക് യു അർജുൻ കല്യാട്.